നിപ്പ സ്ഥിരീകരിച്ച വാർത്ത ഇന്നലെ നമ്മൾ പറഞ്ഞു. അതിൽ ഒരു കുട്ടി, ആ നിപ്പ ബാധിച്ച കുട്ടി ഗുരുതരമായി തുടരുകയാണെന്നായിരുന്നു ഇന്നലെ നമ്മൾ വന്ന അപ്ഡേറ്റ്. പക്ഷേ ഇന്ന് ആ കുട്ടി മരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തുവന്നത്. അപ്പോൾ എന്താണ് മലപ്പുറത്തെ നിപ്പ സാഹചര്യം എന്ന് നോക്കാം. ഷഹദ് റഹ്മാൻ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി സമ്പർക്ക പട്ടികയിൽ, ഈ കുട്ടിയുമായി അടുത്ത് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ്. ആർക്കും നിപ്പ പോസിറ്റീവ് അല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷെ എന്നാലും ഈ നിപ്പ ഭീതി അവിടെ ഒഴിയുന്നില്ലല്ലോ. ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പ്രജിൻ, പ്രവിത, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ഈ വാർത്താ തിരക്കിനിടയിൽ ഒരു ചെറിയ പിഴവ് എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രേക്ഷകരോട് ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കട്ടെ. ആനക്കയം, പാണ്ടിക്കാട് എന്നീ പറയുന്ന പഞ്ചായത്തുകളിലാണ് ഈ നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് തത്സമയം സംപ്രേഷണം ചെയ്തതിനിടയിൽ ചോക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണ് ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകളോട് ക്ഷമ ചോദിക്കുകയാണ്. പ്രവിത പറഞ്ഞ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അല്പസമയം മുൻപ് കേന്ദ്ര സംഘം കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നാളെ ഇവർ മലപ്പുറം ജില്ലയിലേക്ക് വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ കേന്ദ്ര സംഘത്തിന്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാബ്, അതായത് മൊബൈൽ ലാബ് നാളെ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തും. കാരണം കൂടുതൽ പരിശോധനകൾ നടത്താനായിട്ടാണ് ഇത്തരത്തിലൊരു സജ്ജീകരണം കോഴിക്കോട് ജില്ലയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതുപോലെ തന്നെ ഈ നിപ്പ സംശയം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം പല ഘട്ടങ്ങളിലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏറ്റവും ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് ഇന്ന് ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ ഈ നിപ്പ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം അതിന്റെ തൊട്ടരികിലാണ് എന്നുള്ളതാണ്. കാരണം ഈ കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ സുഹൃത്തുക്കളും അതായത് ഒരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഈ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ളൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിച്ചേരുകയാണ്. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം പറയാം. ഈ കുട്ടിക്ക് എവിടെ നിന്നുമാണ് ഇത്തരത്തിൽ ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം പറയാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഇന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു. നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള വ്യക്തതയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തായാലും കേന്ദ്ര സംഘം ഇപ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കേന്ദ്ര സംഘം നാളെ മലപ്പുറം ജില്ലയിലേക്കും എത്തും. ശരി, ഷഹദ് റഹ്മാനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മലപ്പുറത്തു നിന്നും നൽകുന്നത്.